ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തെ കുറച്ച് ജോലികളാണ് ഞാനിവിടെ കാണിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ അരിയും ഈസ്റ്റ്, ചോറ്, പഞ്ചസാര എല്ലാം കൂടെ ചേർത്ത് ഒന്ന് കുതിർത്ത് വെച്ചിരുന്നു. ഇന്ന് രാവിലെ ഞാൻ തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ തേങ്ങയും ഈ അരിയും ഒന്ന് അരച്ചെടുക്കണം. കുറേശ്ശെ അരിയും തേങ്ങയും ഇട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. ഞാൻ കുതിർക്കാനിട്ട് ആ വെള്ളം തന്നെയാണ് അരയ്ക്കാനും വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നത്. അരയ്ക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒന്ന് അരയ്ക്കാൻ പോകാം. അങ്ങനെ അരിയൊക്കെ അരച്ചുകൊണ്ട് വന്നു. ഇനിയും ഇതിന് ആവശ്യമായ ഉപ്പൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വയ്ക്കാം. ഇത് ഏകദേശം 2.5-3 മണിക്കൂർ നേരം ഇരിക്കണം. എന്നാലേ ഇത് പാലപ്പം ഉണ്ടാക്കാൻ കറക്റ്റാകും. ഇത് കുതിർന്നില്ല എങ്കിൽ ഇളം വെയിലത്ത് ഒരു 10 മിനിറ്റ് നേരം വെച്ചിരുന്നാൽ മതി. ഇളം വെയിലത്ത് 10 മിനിറ്റ് നേരം വെച്ചിരിക്കുമ്പോഴത്തേക്കിന് ഇത് നന്നായി കുതിർന്ന് വന്നോളും. ഇത് ഞാനെല്ലാം ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനിയും ഇനി മാറ്റി വയ്ക്കാം. പാലുകാരൻ വന്നു പോയി. പാല് വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിയാണിത്. ഇന്നത്തെ കുറച്ച് പാലിരിപ്പുണ്ടായിരുന്നു. അതൊന്ന് ഒഴിച്ച് അടുപ്പത്തോട്ട് വയ്ക്കാം. കാച്ചി ഒഴിക്കാം. അതിന് വേണ്ടിയാണ് ഞാൻ കൂടുതൽ 1 ലിറ്റർ പാലൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ചായ അരക്കണം. ചായക്ക് വേണ്ടി വെള്ളം ഒഴിക്കുകയാണ്. പാല് കാച്ചാൻ പോവുകയാണ്. ചായക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. ചായ അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. അങ്ങനെ പാല് കാച്ചാൻ അടുപ്പത്ത് വെച്ചു. അതോടൊപ്പം ചായക്കും വെള്ളം വെച്ചു. ചായ കുടിക്കുകയാണ്. ചായ കുടിച്ച എല്ലാവരും ഓണത്തിൻ്റെ ക്ലീനിക്കൊക്കെ എന്തുവായി? എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ? ഓണത്തിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ എല്ലാവരും? ഉപ്പേരി വറുത്തോ? എന്തൊക്കെ വിഭവങ്ങൾ തയ്യാറാക്കി വെച്ചു? ചായ കുടിച്ചോ? ഞാൻ ചായ കുടിക്കുകയാണ്. ഇവിടെ ക്ലീനിങ്ങും ഒന്നും ആയിട്ടില്ല. ഇന്ന് ഇവിടെ എല്ലാം മാറാലെ ഒന്ന് തട്ടണമെന്നും വെച്ചിരിക്കുകയാണ്. എന്നാൽ ഞാൻ ചായ കുടിക്കട്ടെ. അതിനുശേഷം ബാക്കിയുള്ള കുറച്ച് ജോലികൾ കാണിക്കാം. പിന്നെ ഒരു കാര്യം, പുതുതായി കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. എനിക്ക് ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യണം. കടലക്കറിക്ക് വേണ്ടി കഴുകി കുക്കറി ഇട്ടിട്ടുണ്ട്. ഇതിന് ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കും. അതുപോലെ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക.
ചുറ്റിൽ വല അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. പെരയ്ക്കകമെല്ലാം മാറാലെയെല്ലാം നിന്ന് തല്ലി അതിനുശേഷം പെരയ്ക്കകമെല്ലാം ഒന്ന് തൂത്തുവാരിക്കൊണ്ടിരിക്കുക. ഇനിയും പെരയ്ക്കകമെല്ലാം ഒന്ന് തുടയ്ക്കണം. തേച്ച് മടക്കാൻ കിടക്കുന്നു. ഇങ്ങനെ ഓരോ ജോലികൾ കിടക്കുകയാണ്. ഒത്തിരി പാത്രങ്ങൾ കഴുകാനുണ്ട്. പാത്രങ്ങൾ കഴുകാൻ പോവുകയാണ്. വീട്ടിലെ സ്ത്രീകൾക്കാണ് കൂടുതൽ ജോലി. പുരുഷന്മാർക്ക് എന്തെങ്കിലും ഒരു പണി ചെയ്താൽ മതി. സഹായിക്കുന്ന പുരുഷന്മാരുണ്ട്, ഇല്ലെന്നല്ല. ഇതെല്ലാം പണിയാണ്. വീട്ടിലെ ക്ലീനിങ്, തേച്ച് മടക്ക്, ആഹാരം വെക്ക്, പറമ്പിലെ പണിയെ, എല്ലാം ഇഷ്ടംപോലെ പണികൾ സ്ത്രീകൾക്കുണ്ട്. എന്തായാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരെന്നോട് പിണങ്ങാരുത്. അവർ ഇഷ്ടംപോലെ പണി ചെയ്യുന്നുണ്ട്. അവർ സമ്പാദിക്കുന്നത് കൊണ്ടാണ് സ്ത്രീകൾ ഭക്ഷണം കഴിച്ചു പോകുന്നത്. സ്ത്രീകളും ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം നേടണം. അവർക്ക് ജോലി അത്യാവശ്യമാണ്. അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ അവർ പ്രാപ്തരാകണം. ആരും ആരുടെയും അടിമകളല്ല. എല്ലാവരും തുല്യരാണ്. പരസ്പര ബഹുമാനം വേണം. പുരുഷന്മാരായാലും സ്ത്രീകളായാലും അന്യോന്യം ബഹുമാനിക്കണം. പരസ്പരം സ്നേഹിക്കണം. എല്ലാവരും ഒരു വിട്ടുവീഴ്ച മനോഭാവങ്ങളുണ്ടെങ്കിൽ ആ കുടുംബം സുഖകരമായി മുൻപോട്ട് പോകും. അങ്ങനെ കുറച്ച് പാത്രങ്ങളെല്ലാം ഉള്ളതെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കുവാണ്. അരി എടുത്തിട്ട് വീണ്ടും കാണാം.
ഇന്ന് ആ വെട്ടുകാരൻ വന്നിട്ട് നല്ലായിരുന്നു വെട്ടാൻ. മഴയപ്പോഴൊക്കെ വെള്ളുണ്ടെങ്കിലും സാരമില്ല, വെട്ടിയെടുക്കായിരുന്നു. ആ മനുഷ്യൻ നിന്ന് വന്നില്ല, അതുകൊണ്ടൊരു വെട്ട് മുടങ്ങി. പല കാലത്തുമാണ് വെട്ട് കിട്ടുന്നത്. അയാൾ അങ്ങനെയാണ്. റബ്ബർ വെട്ടി അയാൾക്ക് പൈസ കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ കുറച്ച് വരത്തില്ല. കാരണം അയാൾക്ക് വെള്ളം അടിക്കാനുള്ളതാണ് കിട്ടും, ഭക്ഷണം അടിക്കാനുള്ളതാണ്. അത് തീർന്നു കഴിഞ്ഞു പുള്ളി കടന്നു വരും. മനുഷ്യനെ മദ്യപാനിയാക്കുന്നതല്ലേ കുടുംബം തകരാൻ കാരണം. അങ്ങനെ കറിയെല്ലാം തയ്യാറാക്കി വെച്ചു. അപ്പോഴത്തേക്കിന് പാലപ്പത്തിനുള്ള മാവെല്ലാം തയ്യാറായിരുന്നു. ഇനിയും അതുണ്ടാക്കുകയാണ്. കറിയും തയ്യാറാക്കി വെച്ചിരുന്നു. രാവിലത്തെ ഭക്ഷണം തയ്യാറാക്കി വെച്ചു. ഇനിയും കഴിക്കാൻ അമ്മയും മോനും വന്നാൽ മതി. കൂടാതെ ചായയും കുടിക്കാനിട്ടു. അത് ഇനിയും തിളച്ച് വരണം. ചോറിന് ഉള്ള അരിയൊക്കെ അടുപ്പിലിട്ടു.
ഒരു കയ്യോന്നി തൈയാണ്, കളയാൻ പറ്റുമോ? ഈ ചെറിയ ചെറിയ കുഞ്ഞ് കുരുക്കുന്ന ഒരു പായൽ പോലുള്ളത് ഒത്തിരിയുണ്ട്, പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. പറിച്ചാൽ പെട്ടെന്ന് പോരും, എന്നാലും പറിച്ച് മാറുന്നതിന് മുമ്പേ അത് പിന്നെയും കിളിച്ച് കഴിയും. കഞ്ഞി അടുപ്പത്തെ ഇട്ടിട്ടാ വന്ന് പറിക്കുന്നത്. ഇഷ്ടംപോലെ പറിക്കാനുണ്ട് ചക്ക കാടുകല്ല്. ഈ രണ്ട് തൈ എന്താണെന്നറിയാമോ? ഇതാണ് കേശവർദ്ധിനിയുടെ 2 തൈ. ഇത് കൊണ്ട് നട്ടേക്കും. ഇഷ്ടം പോലെ ഇവിടെ എവിടെയൊക്കെ ഉണ്ട്. മൂട് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ കൊണ്ട് നട്ടത്. ഇതാണ് കൊടങ്ങൽ. ഇത് കൊളസ്ട്രോളിനാന്നല്ലേ ഓരോരുത്തർ ഇതിൻ്റെ ഇല തിന്നുന്നത് കാണാം. ഇതിൻ്റെ ഇല പിത്തത്തിന് നല്ല മരുന്നാണ് ഇത്. ഇതിനാണ് കൊടങ്ങലെന്നും ഒക്കെ പറയും, കുടകനെന്നും ഒക്കെ. ചിലയിടത്ത് കുടകനെന്നാണ് പറയുന്നത്, ഇവിടെ പറയുന്നത് കുടങ്ങൽ. കായലാണ് ഇഷ്ടം പോലെ അങ്ങ് കിളിച്ച് നിൽക്കുകയാണ്. ഇഷ്ടം തൂക്കുമ്പോൾ പറിച്ച് കളയുന്നതാണ്. എന്നാലും ഇന്ന് പറിച്ചാൽ നാളെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ പിന്നെ കിളിച്ച് വരുന്നു. ഈ മഴയുള്ളതുകൊണ്ട് ഇഷ്ടം പോലെ പിന്നെ കിളിക്കുക. പറമ്പിലൊക്കെ എന്തോ കാടാണെന്നറിയാമോ? തൂത്ത് കൂട്ടിയതങ്ങ് വാരി കളഞ്ഞേക്കാം. ഞാൻ ചൂല് വിടർത്തി ചൂലിൻ്റെ മണ്ടയിലോട്ട് തന്നെയാണ് വെക്കുന്നത്. എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. ഇതിങ്ങനെ മുക്കിക്കൊണ്ട് കളി. ഇന്നത്തെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ബൈ. താങ്ക് യു.